തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കടലോര ഗ്രാമമായ കുലശേഖരപട്ടണത്ത് അരങ്ങേറുന്ന കുലശൈ ദസറ ഭാരതത്തിലെ തന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്നതും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയവുമായ ഒരു മഹോത്സവമാണ്. മൈസൂർ ദസറ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ രീതിയിൽ ദസറ ആഘോഷിക്കപ്പെടുന്നത് ഇവിടെയാണ്. ഏകദേശം 300-ലധികം വർഷം പഴക്കമുള്ള അരുൾമികു മുത്താരമ്മൻ ക്ഷേത്രമാണ് ഈ ആഘോഷങ്ങളുടെ കേന്ദ്രബിന്ദു. ജ്ഞാനമൂർത്തീശ്വരനും ശിവൻ മുത്താരമ്മനും ശക്തി ഒരേ പീഠത്തിൽ വടക്കോട്ട് ദർശനമായി വാഴുന്ന ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം അതീവ സവിശേഷമാണ്. ദക്ഷിണ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ഉത്സവത്തിനായി എത്തിച്ചേരുന്നത്. തിന്മയുടെ പ്രതീകമായ മഹിഷാസുരനെ വധിക്കാൻ ദേവി പരാശക്തിയായി അവതരിച്ചതിന്റെ സ്മരണ പുതുക്കുന്ന ഈ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഭക്തർ ധരിക്കുന്ന വൈവിധ്യമാർന്ന വേഷങ്ങളാണ്. തങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കാനും മാറാരോഗങ്ങൾ മാറാനുമായി ഭക്തർ ദേവിക്ക് വേഷങ്ങൾ നേർച്ചയായി നേരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തിനിർഭരവുമായത് കാളിവേഷമാണ്. കാളിവേഷം കെട്ടുന്നവർ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് പാലിക്കേണ്ടത്. ശരീരമാസകലം ചുവന്ന ചായം പൂശി കൈകളിൽ ത്രിശൂലവും വാളും ഏന്തി വന്യമായ ഭാവത്തോടെ അവർ ക്ഷേത്രത്തിലേക്കെത്തുമ്പോൾ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാകും. ഇതിനു പുറമെ ശിവൻ, മുരുകൻ, വിനായകൻ, ഭിക്ഷക്കാരൻ, കുരങ്ങൻ, രാജാവ് തുടങ്ങിയ നൂറുകണക്കിന് വേഷപ്പകർച്ചകളും ഇവിടെ കാണാം. വേഷം കെട്ടുന്ന ഭക്തർ തങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തെ നശിപ്പിക്കാനായി വീടുതോറും ഭിക്ഷാടനം നടത്തുകയും അതിൽ നിന്ന് ലഭിക്കുന്ന തുക ഉത്സവത്തിന്റെ അവസാനനാൾ ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഉത്സവത്തിന് 41 ദിവസം മുൻപോ അല്ലെങ്കിൽ കൊടിയേറ്റത്തിന് 10 ദിവസം മുൻപോ ഭക്തർ വ്രതം ആരംഭിക്കും. ക്ഷേത്രത്തിൽ നിന്ന് ചരട് കെട്ടുന്നതോടെയാണ് ഒരാൾ വ്രതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഇവർ സസ്യാഹാരം മാത്രം കഴിക്കുകയും ലളിതമായി ജീവിക്കുകയും ചെയ്യുന്നു. 10 ദിവസങ്ങളിലായി ദേവി ഓരോ രൂപങ്ങളിൽ വാഹനപ്പുറത്ത് എഴുന്നള്ളുന്നു. ദുർഗയായി തുടങ്ങി സരസ്വതിയായി 10ാം ദിവസം ലളിതാംബികയായി ദേവി പടക്കളത്തിലേക്ക് നീങ്ങുന്നു. ഉത്സവത്തിന്റെ 10ാം നാൾ അർദ്ധരാത്രിയിൽ കുലശേഖരപട്ടണം കടൽത്തീരത്ത് വെച്ച് നടക്കുന്ന ശൂരസംഹാരം ആണ് ആഘോഷങ്ങളുടെ കൊടുമുടി. ലക്ഷക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ മുത്താരമ്മൻ മഹിഷാസുരനെ വധിക്കുന്നു. ഈ വിജയത്തിനുശേഷം ഭക്തർ കടലിൽ മുങ്ങി നീരാട്ട് നടത്തി തങ്ങളുടെ വേഷങ്ങൾ അഴിച്ചുമാറ്റി വ്രതം അവസാനിപ്പിക്കുന്നു. ഭക്തിക്കൊപ്പം തന്നെ തമിഴ് സംസ്കാരത്തിന്റെ നാടൻ കലാരൂപങ്ങൾക്കും ഈ ഉത്സവം വലിയ പ്രാധാന്യം നൽകുന്നു. കരകാട്ടം, ഒയിലാട്ടം, തപ്പട്ടം, വില്ലുപാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ രാത്രികാലങ്ങളിൽ ക്ഷേത്രപരിസരത്ത് അരങ്ങേറുന്നു. ജാതി മത ഭേദമന്യേ സർവരും ഒത്തുചേരുന്ന ഈ ഉത്സവം ഭക്തിയുടെയും മാനവികതയുടെയും ഒരു മഹാസംഗമമായി നിലകൊള്ളുന്നു. ഓരോ വർഷവും ജനത്തിരക്ക് വർദ്ധിച്ചുവരുന്ന കുലശൈ ദസറ ഓരോ വിശ്വാസിക്കും ആത്മീയമായ ഒരു പുത്തൻ അനുഭവമാണ് സമ്മാനിക്കുന്നത്.